നമുക്ക് 6ാം ക്ലാസ്സിന്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, യേശു എത്രാം വയസ്സിലാണ് മാമോദിസ സ്വീകരിച്ചത്? 30ാമത്തെ വയസ്സിലാണ് യേശു മാമോദിസ സ്വീകരിക്കുന്നത്. ആരുടെ കയ്യിൽ നിന്നാണെന്ന് പറയാവോ? യോഹന്നാൻ സ്നാപകന്റെ കയ്യിൽ നിന്നാണല്ലേ. ഈ രണ്ടാമത്തെ ചോദ്യം, മെരീബ എന്ന വാക്കിന്റെ അർത്ഥം. മെരീബ എന്ന് പറഞ്ഞാൽ കലഹം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ അതിന്റെ കൂടെ മസ്സ എന്ന വാക്കിന്റെ അർത്ഥം ഓർത്തിരിക്കുക. മസ്സ എന്ന് പറഞ്ഞാൽ പരീക്ഷ, മാറ എന്ന് പറഞ്ഞാൽ കയ്പ്. ഈ 3 വാക്കുകളുടെ അർത്ഥം ഓർത്തിരിക്കുക കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, ദാവീദ് രാജാവിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയ പ്രവാചകനാണ് ഡാഷ്. നാഥാൻ പ്രവാചകനാണ് ദാവീദ് രാജാവിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയ പ്രവാചകൻ. നാലാമത്തെ ചോദ്യം, ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് വിശ്വാസിക്ക് ബോധ്യം നൽകുന്ന മനോഹരമായ സങ്കീർത്തനമാണ്. ഏതാണ്? 91ാം സങ്കീർത്തനമാണ് ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് ബോധ്യം നൽകുന്ന സങ്കീർത്തനം. ഇനിയും അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ എന്ന് അനുതപിച്ച പ്രവാചകൻ ആര്? യെശയ്യാ പ്രവാചകനാണ് ഇങ്ങനെ അനുതപിച്ചത് കേട്ടോ. 6ാമത്തെ ചോദ്യം, ബാറക്മോർ എന്ന വാക്കിന്റെ അർത്ഥം. ബാറക്മോർ എന്നാല് കർത്താവെ വാഴ്ത്തേണമേ എന്നാണ് അല്ലെ. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥമോ? ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി. കുറിയലായിസോൻ എന്ന് പറഞ്ഞാൽ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഇനിയും 7ാമത്തെ ചോദ്യം, യഹോവ അഭിമുഖമായി അറിഞ്ഞ പ്രവാചകൻ ആര്? മോശയാണ്. യഹോവ നേരിട്ട് നേരിട്ട് മുഖാമുഖം സംസാരിച്ചത് മോശയുമായിട്ടാണ്. മോശയാണ് അതിന്റെ ഉത്തരം. 8ാമത്തെ ചോദ്യം, ഉത്ഥിതനായ ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ആർക്ക്? ആർക്കാണ്? മഗ്ദലന മറിയത്തിനാണ് ക്രിസ്തു ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കേട്ടോ. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ഇനി പൂരിപ്പിക്കാനുള്ള ചോദ്യം, 9ാമത്തെ ചോദ്യം, ഡാഷ് ഒരുക്കമുള്ളത് ഡാഷ് ബലഹീനമത്രേ. എന്താണ്? ആത്മാവോ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ഇനി 10ാമത്തെ ചോദ്യം, ന്യായപ്രമാണം ഡാഷ് മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും ഡാഷ് മുഖാന്തരം വന്നു. 2 പേരുടെ പേരുകൾ അവിടെ വരണ്ടേ അല്ലെ? ആരുടെ പേരുകളാ? ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഇനിയും എല്ലാ മനപ്പാഠവാക്യങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. 11ാമത്തെ ചോദ്യം, ദൈവം ഇറങ്ങി വസിച്ച ചെറു ആലയം ആയിരുന്നു ഡാഷ്. ഏതാണ്? ദൈവം ഇറങ്ങി വസിച്ച ചെറു ആലയം തിരുനിവാസമാണ് കേട്ടോ. 12ാമത്തെ ചോദ്യം, ദൈവമേ നിർമ്മലമായ ഒരു ഡാഷ് എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എല്ലാവർക്കും അറിയാവുന്ന അല്ലേ? 51ാം സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് അല്ലെ. ഹൃദയം എന്ന വാക്കാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. 13ാമത്തെ ചോദ്യം, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ ഡാഷ് ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. എന്താണ് ആൻസർ വരണ്ടേ? എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അഭിഷേകം എന്ന വാക്കാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. ഇനിയും ഒരു വാക്കിലോ വാചകത്തിലോ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. 14ാമത്തെ ചോദ്യം, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഏത്? പെസഹ പെരുന്നാളാണ് അല്ലെ. 15ാമത്തെ ചോദ്യം, ഗത്സമന എന്ന വാക്കിന്റെ അർത്ഥം. അതും എല്ലാവർക്കും അറിയാം അല്ലെ. ഗത്സമന എന്ന വാക്കിന്റെ അർത്ഥം എണ്ണയാട്ടുന്ന ചക്ക എന്നാണ്. 16ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം എന്ന് വിശേഷിപ്പിച്ചത് ആര്? വിശുദ്ധ ഇഗ്നാത്തിയോസ് ആണ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്തിയോസ് ആണ് വിശുദ്ധ കുർബാനയെ അമർത്യതയുടെ ഔഷധം എന്ന് വിശേഷിപ്പിച്ചത്. 17ാമത്തെ ചോദ്യം, ഗത്സമനയിലും താബോർ മലയിലും കർത്താവിനോടൊപ്പമുള്ള ശിഷ്യന്മാർ ആരെല്ലാമായിരുന്നു? 3 പേരായിരുന്നു അല്ലെ കൂടെ ഉണ്ടായിരുന്നേ. ആരൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ഇവർ 3 പേരും ഗത്സമനയിലും ഉണ്ടായിരുന്നു, താബോർ മലയിലും ഉണ്ടായിരുന്നു അല്ലെ. 18ാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്താണ്? പാപികളെ വീണ്ടെടുക്കുക എന്നതായിരുന്നു യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം. ഇനി 2ഓ 3ഓ വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ. മോശ പണിത യാഗപീഠത്തിന് എന്ത് പേരാണ് ഇട്ടത്? എന്താണ് ആ വാക്കിന്റെ അർത്ഥം? മോശ യാഗപീഠം പണിതു, അതിന് യഹോവ നിസി എന്നാണ് പേരിട്ടത്. ഈ വാക്കിന്റെ അർത്ഥം യഹോവ എന്റെ കൊടി എന്നാണ് കേട്ടോ. ഇനി 20ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയ്ക്ക് പിതാക്കന്മാർ നൽകുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? അതെല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും അല്ലെ. നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. കൂദാശകളുടെ കൂദാശ, അമർത്യതയുടെ ഔഷധം, ജീവനുള്ള ബലി. ഈ 3 വിശേഷണങ്ങളാണ്
വിശുദ്ധ കുർബാനയ്ക്ക് പിതാക്കന്മാർ നൽകിയ വിശേഷണങ്ങൾ. 21-ാമത്തെ ചോദ്യം, സന്യാസ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആര്? അദ്ദേഹം ജനിച്ചത് എന്ന്, എവിടെ? സന്യാസ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത് ആരെയാ? വിശുദ്ധ അന്തോണിയോസിനെയാണ് സന്യാസ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം ജനിച്ചത് AD 251 ഈജിപ്തിലെ കെമാൻ എന്ന സ്ഥലത്താണ്. ഇനിയും അടുത്ത ചോദ്യം, 22-ാമത്തെ ചോദ്യം, ഇസ്രയേലിയർ ആചരിച്ചിരുന്ന ഏതെങ്കിലും 4 പെരുന്നാളുകളുടെ പേരെഴുതുക. 7 പെരുന്നാളുകളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതില് 4 എണ്ണം മാത്രമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പെസഹ, പെന്തിക്കോസ്തി, കൂടാര പെരുന്നാൾ, കാഹളധ്വനി പെരുന്നാൾ, പിന്നെ പാപപരിഹാര പെരുന്നാൾ, പുരീം പെരുന്നാൾ, പ്രതിഷ്ഠാ പെരുന്നാൾ. ഇത്രയും പെരുന്നാളുകളെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും 4 പെരുന്നാളുകളുടെ പേര് ഓർത്ത് എഴുതുക. 23-ാമത്തെ ചോദ്യം, കപ്പദോക്യൻ പിതാക്കന്മാർ ആരെല്ലാം? ശരിക്കും കപ്പദോക്യൻ പിതാക്കന്മാർ 3 പേരാണ്. നിങ്ങളുടെ പുസ്തകത്തിൽ 2 പേരാണ് പരാമർശിച്ചിരിക്കുന്നത്. വലിയ മാർ ബസേലിയോസ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. കൂടെ ഒരാളും കൂടെ ഉണ്ട്, നിസായിലെ മാർ ഗ്രിഗോറിയോസ്. നിങ്ങൾ അടുത്ത വർഷത്തെ ക്ലാസ്സിൽ അത് പഠിക്കും. 2 പേരുകൾ തീർച്ചയായിട്ടും എഴുതണം, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ കേട്ടോ. 3 എഴുതുവാണെങ്കിൽ നല്ലത്. വലിയ മാർ ബസേലിയോസ്, നിസായിലെ മാർ ഗ്രിഗോറിയോസ്, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. ഇവർ 3 പേരുമാണ് കപ്പദോക്യൻ പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്നത്. ഇനിയും പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് 3 സങ്കീർത്തനങ്ങളാണ് അല്ലേ പഠിക്കാനുള്ളത്. അതിലേതെങ്കിലും ഒരു സങ്കീർത്തനത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് 121-ാം സങ്കീർത്തനമാണ്. ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. വേദപുസ്തകത്തിലും കുർബാനക്രമത്തിലും 2 രീതിയിലാണ്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ, മാർക്ക് തന്നോളൂ. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നോക്കി പഠിക്കുക. ഞാനിപ്പം കുർബാനക്രമത്തിലെയാണ് പറയുന്നത്. ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്നും വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആകുന്നു. അവൻ നിന്റെ കാൽ ഇളകുവാൻ സമ്മതിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയില്ല. ഇത്രയും ഭാഗമാണ് എഴുതാനായിട്ട് ചോദിച്ചത്. 25-ാമത്തെ ചോദ്യം, 51-ാം സങ്കീർത്തനത്തിന്റെ രചയിതാവാര്? ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? ഇത് എഴുതുവാനുണ്ടായ സാഹചര്യം വിശദമാക്കുക. 3 ചോദ്യങ്ങളാണ് കേട്ടോ, ഓരോന്നിനും ഓരോ മാർക്ക്, 3 മാർക്ക്. സങ്കീർത്തനം 51-ാം സങ്കീർത്തനം ആരെ എഴുതിയത്? ദാവീദ് രാജാവാണ് അല്ലെ? ഇതാണ് 1-ാമത്തെ ഉത്തരം. ഈ സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? അനുതാപത്തിന്റെ സങ്കീർത്തനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ഇത് എഴുതാനുണ്ടായ സാഹചര്യം എന്താണ്? ദാവീദ് രാജാവ് ഒരു പാപം ചെയ്തു അല്ലെ? അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് പഠിക്കും. ആ പാപത്തെക്കുറിച്ച് നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ തന്റെ തെറ്റോർത്ത് അദ്ദേഹം എഴുതിയ ഒരു പശ്ചാത്താപ ഗീതമാണ് 51-ാം സങ്കീർത്തനം. ഇതാണ് എഴുതേണ്ടത് കേട്ടോ. ഇനിയും 26-ാമത്തെ ചോദ്യം, ദൈവസുതന്മാരായിടുവാൻ എന്ന ഗീതം. അതെല്ലാവർക്കും അറിയാം അല്ലെ? അത് ആ ഗീതം മുഴുവനായിട്ട് പൂരിപ്പിക്കാതുകൊണ്ട് ഞാൻ ചൊല്ലുന്നില്ല. ഇനി 27-ാമത്തെ ചോദ്യം, അൻപുടയോനി എന്ന ഗീതത്തിന് പകരം പാടുന്ന ഗീതം ഏത്? ആര് കണ്ട ദർശനമാണ് ഈ ഗീതം? ദർശനത്തിൽ പ്രവാചകൻ ആരെയാണ് കണ്ടത്? അപ്പം ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം വൃത്തിയായിട്ട് എഴുതുക. അൻപുടയോനി എന്ന ഗീതത്തിന് പകരം ചൊല്ലുന്ന ഗീതം സ്രാപ്പികളെ കണ്ടേശായ എന്ന ഗീതമാണ്. ഇത് യെശയ്യാ പ്രവാചകൻ കണ്ട ദർശനമാണ് ഈ ഗീതം. യെശയ്യാ പ്രവാചകൻ സ്രോപ്പേന്മാരെയാണ് തന്റെ ദർശനത്തിൽ കണ്ടത്. 28-ാമത്തെ ചോദ്യം, 10 കൽപ്പനകളിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതുക. 10 കൽപ്പനയും പഠിച്ചു വെക്കുക കേട്ടോ. ഇതിനകത്ത് 5 എണ്ണം ഉൾപ്പെടുത്തിയെന്ന് മാത്രം. എന്താണ്? നിന്റെ ദൈവമായ യഹോവയല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കി നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥ എടുക്കരുത്, ശാബത്തിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം പറയരുത്, കൂട്ടുകാരനുള്ള യാതൊന്നും മോഹിക്കരുത്. ഇത്രയുമാണ് 10 കൽപ്പനകൾ. അത് 1, 2, 3, 10 വരെ അക്കവിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് വാഗ്ദത്തത്തോടു കൂടിയ ഒരു കൽപ്പന ഏതാണെന്ന് ചോദിച്ചാൽ അത് ഒരെണ്ണേ ഉള്ളൂ. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് കേട്ടോ. അതും ഓർത്തിരിക്കുക. ഇനിയും 29-ാമത്തെ ചോദ്യം, കൂദാശകൾ എത്ര, ഏതൊക്കെ? ഏതെങ്കിലും 3 കൂദാശകളെ കുറിച്ച് വിവരിക്കുക. 7 കൂദാശകളാണുള്ളത്. ഏതൊക്കെയാണ്? വിശുദ്ധ മാമോദീസ, വിശുദ്ധ മൂറോന്, വിശുദ്ധ കുംഭസാരം, വിശുദ്ധ കുർബാന, പട്ടത്വം, വിവാഹം, രോഗികളുടെ തൈലാഭിഷേകം എന്നിവയാണ് 7 കൂദാശകൾ. ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 3 കൂദാശകളെ കുറിച്ച് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൂടി കൊടുത്ത് എഴുതുക. ഇത്രയുമാണ് ഈ ഒരു ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ.
നിങ്ങളുടെ പാഠഭാഗം നന്നായി പഠിച്ച് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുക. നന്നായി എല്ലാവരും പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.